നമസ്കാരം. നോട്ട് ദുരിതത്തിന് പിന്നാലെ തിങ്കളാഴ്ച ഹർത്താൽ ദുരിതവും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർലമെന്റിൽ നടക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ കയറുന്നില്ലെന്ന് പ്രതിപക്ഷത്തിന് പരാതി. അല്ലെങ്കിലേ മോദിജിക്ക് പാർലമെന്റിൽ വലിയ വിശ്വാസമൊന്നുമില്ല, ജനങ്ങളിൽ മാത്രമാണ് വിശ്വാസം. പ്രധാനമന്ത്രിയെ കാണാനില്ല എന്ന് പരാതിപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ രാജ്യസഭയിൽ ദാ വന്നു ദേ പോയി എന്ന മട്ടിൽ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു പോയി. പ്രധാനമന്ത്രി വന്നില്ലെങ്കിൽ ചർച്ചയില്ലെന്നായി ഇന്നും പ്രതിപക്ഷം. Prime Minister, come here. No, he is running away from the debate. See the point. I'm sorry. He does not want. No, Anand Sharma, Finance Minister is subject, and finance. I can ask the Finance Minister. He is already here. So you cannot make it a condition that you will start only if the Prime Minister comes. I can't do that. मैं क्या करूँ? कुछ नहीं कर सकते. और कल ये डिबेट शुरू होनी चाहिए. House is adjourned up to 12:00. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. സാമ്പത്തിക വിദഗ്ധനും ഉദാരീകരണം ഇന്ത്യയിൽ കണ്ടുപിടിച്ചയാളുമായ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നോട്ട് നിരോധന കാര്യത്തിൽ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് കരുതിയിരിക്കുകയായിരുന്നു ഇന്ത്യൻ ജനത. ഇന്ന് രാജ്യസഭയിൽ മൻമോഹൻ ജി മൗനം വെടിഞ്ഞു. മുൻ പ്രധാനമന്ത്രിയെ കേൾക്കാൻ പ്രധാനമന്ത്രിയും എത്തി. സംഗതി ഉദ്ദേശ്യമൊക്കെ കൊള്ളാം, പക്ഷേ നടപ്പാക്കിയപ്പോൾ ജനങ്ങൾക്കു നേരെയുള്ള സംഘടിതമായ കൊള്ളയും നിയമപരമായ മോഷണവും ആയിപ്പോയെന്ന് മൻമോഹൻ സിംഗ് പച്ചയ്ക്ക് പറഞ്ഞു. This scheme of monetization. മൗനങ്ങൾ മിണ്ടുമൊരീ നേരത്ത്, മോഹങ്ങൾ പെയ്യുമൊരീ തീരത്ത്. All these mayors convinced me that the way the scheme has been implemented, it's a monumental management failure, and in fact it is a case of organized loot and legalized plunder of the government. മുൻ പ്രധാനമന്ത്രിയിൽ നിന്ന് വയറ് നിറച്ച് കിട്ടിയതോടെ പ്രതിപക്ഷത്തിൻ്റെ വായിലിരിക്കുന്നത് കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ മോദിജി മുങ്ങി. ചർച്ച കേൾക്കാൻ മോദി സഭയിൽ ഇരുന്നില്ലെങ്കിൽ സംസാരിക്കാനുമില്ലെന്ന് പ്രതിപക്ഷം. രാജ്യസഭ പലതവണ അലമ്പിപ്പിരിഞ്ഞു. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. Discussion was started. Only appeal. My appeal through you to the government is that Honorable Prime Minister came. We had a good 1 hour of discussion. So let us continue. Please let him come here and listen to everything. Do you want to start the debate or you don't want to start the debate? The answer has to be yes or no. Arey, please don't do that. Very unfair. Very unfair. House is adjourned up to 3 p.m. House is adjourned till 11 a.m. on Friday, 25th November. നോട്ട് നിരോധനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പൊതുപരിപാടിയിലും പാർട്ടിക്കാരോടും സംസാരിക്കുന്നു. രാജ്യമെടുത്ത ഒരു സുപ്രധാന തീരുമാനത്തെക്കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കാൻ മടിക്കുന്നത് എന്തിനെന്ന് ചോദിച്ച് ഇടതുപക്ഷക്കാർ പ്രധാനമന്ത്രിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ശേഷം വരും ദിവസങ്ങളിൽ. നോട്ട് മാറാൻ ബാങ്കിലും ATMിലും എത്തുന്നവർക്ക് കഞ്ഞി നൽകിക്കൊണ്ടാണ് മലപ്പുറം ചങ്ങരംകുളത്ത് കോൺഗ്രസ് ലീഗ് വനിതാ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ATMിൽ പണം കിട്ടിയില്ലെങ്കിലും നിരാശപ്പെടേണ്ട, കഞ്ഞി കുടിച്ച് കിടക്കാം. യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം. ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി നാട്യക്കാർ ഉയർന്നു ഉണർന്നു ഉയർന്നു ഉണർന്നു തുടങ്ങി നരനടനം.
രുചി. അച്ചാദിൻ എന്ന് പറഞ്ഞ അധികാരത്തിൽ കയറി അതോടൊപ്പം തന്നെ നല്ല നാളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒന്ന് കഴിഞ്ഞു, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഒറ്റ നേരം കൊണ്ട് ഒരു പ്രഖ്യാപനം കൊണ്ട് ക്യൂവിൽ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ലഭ്യമായ വലിയ നേട്ടം. കുടിക്കാൻ അയ്യോ എന്ത് രുചി. ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെടി. കൊല്ലി ഞാൻ. എങ്ങനെയുണ്ടടി? എനിക്ക് കിട്ടണില്ല. പടക്കൊന്നും പോലെ താഴോട്ടല്ല മേലോട്ടല്ലേ മേലോട്ടല്ലേ. 96 കഴിഞ്ഞ തൻ്റെ മാതാവിനെ ഒരു മക്കളും വിചാരിക്കുന്നില്ല, ഒരു മക്കളും സ്വന്തം അമ്മയെ വെയിലത്ത് നിർത്താനും പൊരിവെയിലത്ത് നിർത്താനും ആഗ്രഹിക്കുന്നില്ല. അവിടെ 96 കഴിഞ്ഞ മാതാവിനെ കൊണ്ടുപോയാക്കിയിട്ട് അത് ഞാൻ ചെയ്ത വലിയ ഒരു നേട്ടമാണ് എന്ന് കരുതുന്ന നരേന്ദ്രമോദിയോട് സ്ത്രീകൾ എന്നുള്ള നിലക്ക് ഞങ്ങൾക്കൊരിക്കലും അതിനോട് യോജിക്കാൻ കഴിയില്ല. യാതനയും ഭാവനയും കോർത്തതു നാടകമാക്കിയവർ, നവചേതന നാടിനു നൽകിയവർ, കാണികളറിയാതെ മാനസമെരിയുമ്പോൾ സമരപഥങ്ങൾ അതിലണി ചേരും. നോട്ട് റദ്ദാക്കലിനെ അനുകൂലിച്ച് ബ്ലോഗ് എഴുതിയ നടൻ മോഹൻലാലിനെ വിമർശിക്കുന്നവർക്ക് മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രംഗത്തെത്തി. പുലിമുരുകനെ എലിമുരുകനാക്കി വിമർശിക്കാൻ മറ്റുള്ളവർ രംഗത്തെത്തുമ്പോൾ BJP മാത്രമേ ഉള്ളൂ നമ്മുടെ ലാലേട്ടനെ തുണയ്ക്കാൻ. ഇതൊരു പ്രച്ഛന്ന യുദ്ധമാണ്. മോഹൻലാൽ ഒരു സത്യസന്ധമായ ഒരു കാര്യം വെളിപ്പെടുത്തി. മോഹൻലാൽ മാത്രമല്ലല്ലോ, അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, എത്രയോ പ്രമുഖരായിട്ടുള്ള ആളുകളാണ്. നാട്ടിലൊക്കെ ബാലേട്ടന് ഊക്കം പേരാ. ഞങ്ങള് ബാലേട്ടനെ പുകഴ്ത്താത്ത ഒറ്റ ദിവസം പോലും ഇല്ല, അല്ലടാ മോനെ രാമദാസ. നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടന് ഇത്രയും എടുക്കില്ലേ? വേണ്ട, ഇതുവരെ ഞാൻ തന്നെയല്ലേ പിടിച്ചത്. വേണ്ട വേണ്ട വേണ്ട. ഗവൺമെന്റ് ധീരമായ നടപടി. എത്ര സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, പ്രമുഖരായിട്ടുള്ളവർ എല്ലാവരും പ്രധാനമന്ത്രിയുടെ നടപടിയെ ശ്ലാഘിച്ചു, പിന്തുണ നൽകി. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവരെയൊക്കെ തേജോവധം ചെയ്യുക, വ്യക്തിഹത്യ നടത്തുക, യശോഹത്യ നടത്തുക. ഒരു സംശയം, ഇതൊന്നും മോഹൻലാലിനെ പോലെ നല്ല പകിട്ടുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഉജ്ജ്വലമായ ഒരു സ്വാധീനം ചെലുത്തിയ ഒരു സംശയം, ഒരു ഡൗട്ട്, ഒരു നടനെ ഇതൊന്നും ബാധിക്കില്ല. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് സാധാരണ ഞങ്ങൾക്കറിയാം, നമ്മുടെ നാടിന്റെ പൊതു താല്പര്യമാണ് വലുത്. മോഹൻലാലും ഈ പൊതു താല്പര്യത്തെ ഉയർത്തിപ്പിടിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആണുങ്ങളെ ഡീൽ ചെയ്യണ്ട. മുൻ നേമം MLA വി ശിവൻകുട്ടി തിരുവനന്തപുരത്തെ പൊതുരംഗത്ത് ഒരു സിംഹമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് സംഘടനാ ചുമതലകളിൽ മുഴുകിയിരിക്കുന്നതിനാൽ ശിവൻകുട്ടിയെ അധികം കാണാറില്ല. സഹകരണ പ്രതിസന്ധിക്കെതിരായ CPM സമരങ്ങളിലെ മുൻനിരയിൽ പക്ഷെ ശിവൻകുട്ടിയെ കണ്ടു. നോട്ട് നിരോധന പ്രശ്നത്തിൽ ശിവൻകുട്ടിയുടെ മുഴുവൻ രോഷവും സംസ്ഥാനത്തെ ഏക BJP MLA O രാജഗോപാലിനോടാണ്. നേമത്ത് രാജഗോപാലിനോടാണല്ലോ ശിവൻകുട്ടി മത്സരിച്ച് പരാജയപ്പെട്ടത്. ആ ചൊരുക്കിൻ്റെ പേരിൽ പറയുന്നതല്ല. നേമമണ്ഡലത്തിലെ MLAയെ നാട്ടിൽ കാണാൻ കിട്ടുന്നില്ലെന്നും അദ്ദേഹം എപ്പോഴും പൂജാമുറിയിലും ആണെന്നാണ് നേമത്ത് നിന്ന് ശിവൻകുട്ടിക്ക് കിട്ടിയ വിവരം. സർവകക്ഷി യോഗം ചേർന്നു. ആ സർവകക്ഷി യോഗത്തിന്റെ തീരുമാനപ്രകാരമായി പ്രത്യേക നിയമസഭാ യോഗം വിളിച്ചു ചേർത്തു. O രാജഗോപാലാണ് ആകെയുള്ള BJPയുടെ മെമ്പർ എന്ന് പറയുന്നത്. നമുക്കറിയാം, O രാജഗോപാൽ, ഞാൻ രാജഗോപാലിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ചിലപ്പോൾ ഒരു തെറ്റായ ധാരണ ഉണ്ടാവും. എന്നെ തോൽപ്പിച്ച ആളായതുകൊണ്ട് ആണ് ഞാനത് വാശിയോടുകൂടി പറയുന്നത്. ഞാനും അദ്ദേഹത്തിന് തോൽപ്പിച്ചിട്ടുണ്ടല്ലോ, നമ്മളും തോൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. അത് വോട്ട് വിലയ്ക്ക് വാങ്ങിയാണല്ലോ ജയിച്ചത്. യഥാർത്ഥ ജനാധിപത്യത്തിലുണ്ടായ വിജയമല്ലല്ലോ.
ഇന്ന് കേരള സംസ്ഥാനത്തിലെ 140 നിയോജക മണ്ഡലത്തിൽ ഒരുപാട് സ്ഥാനാർത്ഥികൾ മത്സരിച്ചപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ട് 16,000 വോട്ട് 1,40,000 വോട്ട് പോൾ ചെയ്തപ്പോൾ വെറും 11,000 വോട്ട് മാത്രം കിട്ടിയ ഏക മണ്ഡലം നിയമമണ്ഡലത്തിൽ അല്ലേ? നിങ്ങളിപ്പോൾ വഴക്കിടക്കിയല്ലേ BJP-യുടെ ജില്ലാ കമ്മിറ്റിക്ക്? സുരേന്ദ്രപിള്ളയ്ക്ക് എന്തായാലും നോക്കുമെന്നറിയാം. തോറ്റാലും കുറെ ഒരു കടന്നു നടന്ന കാശും കൊണ്ട് ഉയരാമെന്നുള്ള നിലപാട് സ്വീകരിച്ചു. ആ രാജഗോപാലിന് ഇപ്പോൾ വോട്ട് ചെയ്തവർ തന്നെ കരയുകയാണ്. എന്തുകൊണ്ടാണ് കരയുന്നത്? കാണാൻ കിട്ടുന്നില്ല. വീട്ടിൽ ചെന്നാൽ 10 മണി വരെ മണിയടിയാണ്. മണിയടി വെച്ചാൽ പൂജ. ഞങ്ങൾ പൂജയ്ക്കുന്നതിലില്ല. ഒരു നാട്ടിന്റെ പാവപ്പെട്ടവന്റെ കാര്യം കഴിഞ്ഞിട്ടുള്ള മണിയടി മതി. കൃഷ്ണ, എന്നിൽ പ്രസാദം ചൊരിയൂ കൃഷ്ണ. ഈ ഉള്ളവനെ പരീക്ഷിച്ചത് മതിയായില്ലേ കൃഷ്ണ? രാജഗോപാൽ മാത്രമല്ല, നോട്ട് നിരോധനം നടപ്പാക്കിയ പ്രധാനമന്ത്രി മോദിയുടെ സകല ആരാധകരോടും ശിവൻകുട്ടിക്ക് കലിപ്പാണ്. ആ നരേന്ദ്രമോദി ദൈവമാറ്റി കൊണ്ടടക്കിയ ഇവിടെ കുറെ അളവലായി BJP-കാരന്മാർ RS-കാരന്മാർ ഇത്രയും നാട്ടിലെ ജനങ്ങൾ ഈ കഷ്ടപ്പെട്ട് ചായ കുടിക്കാൻ നിവർത്തിയില്ല, സ്കൂളിൽ പോകാൻ നിവർത്തിയില്ല, വൈദ്യുതിക്ക് കാശടയ്ക്കാൻ നിവർത്തിയില്ല, നമ്മുടെ കുട്ടിക്ക് രാവിലെ പാല് വാങ്ങാൻ നിവർത്തിയില്ല, പത്രക്കാരന് കാശ് കൊടുക്കാൻ നിവർത്തിയില്ല. എല്ലാ സ്ഥലത്തും പ്രശ്നമാണ് കേരളത്തിൽ. കലാപകലുഷിതമാണ്. വിശപ്പിന്റെ വിളികളാണ് ഈ നാട്ടിൽ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. മന്ത്രി മൂപ്പനായി സുനിൽകുമാർ. സ്കൂളിൽ എന്താ ചെയ്തത്? ചെട്ടിക്കുളങ്ങര ഭരണിക്ക് പോകാം.